പോയിട്ടില്ല. ക്ലബിൽ ഒരു ഗെറ്റ് ടുഗദറുമായി അവിടെ ഉണ്ട്. ഞങ്ങളൊന്ന് പോയി കാണട്ടെ. ഞാനും വരുന്നു. എനിക്ക് അയാളൊന്ന് കാണണം. ഇനി കുട്ടികളുടെ ജീവിതത്തിൽ ഇത് പാടില്ല. എന്താ പരമേശ്വരൻ മുതലാളി, ഒരുമാതിരി വെടികൊണ്ട പന്നിയെ പോലെ? പന്നിയെ മാത്രം വെടിവെച്ച് ശീലിച്ച നീ ഒരു വെടി പൊട്ടിച്ചു. നീ അറിഞ്ഞില്ല ഒരു സിംഹത്തിനാ അത് കൊണ്ടത്. കൊല്ലാൻ തക്കവണ്ണമുള്ള പവർ ഇല്ല അതിന്. ഒരുതരം വൃത്തികെട്ട ചൊറിച്ചിൽ, അതിന്റെ ഇറിറ്റേഷൻ മാറാൻ ഒരു നാടൻ ചികിത്സയുണ്ട്. പോലീസ് സ്റ്റേഷനില് ഒരു കോൺസ്റ്റബിൾ കാഗു ഭായ് ഉണ്ടായിരുന്നു. നിന്റെ ഗുരുവാണ്. പുറത്തൊരു പാട് പോലും ഉണ്ടാക്കാതെ അകം ചതച്ചെടുക്കുന്ന വിദ്യ അവനെ എന്നെ പഠിപ്പിച്ച്. എങ്ങനെയുണ്ട് തമ്പി? പ്ലീസ്. ഇല്ല, കൊല്ലില്ല. എന്റെ കൈ കൊണ്ട് ചാവാനുള്ള ഒരു ക്ലാസ് നിനക്കില്ല. നീ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ. ഞാൻ ആ പയ്യന് എന്റെ പെങ്ങളെ കെട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. കോളിയോടന്മാരുടെ എരപ്പാളിത്തരത്തിന്റെ മുഴുവൻ കഥകൾ അറിഞ്ഞുകൊണ്ട് തന്നെ. പക്ഷെ നീ എന്ന് പറയുന്ന പല തന്തയ്ക്ക് പറന്നവൻ ഇനി ഈ ഭാഗത്ത് കാലുകുത്തരുത്. അവരുടെ ജീവിതത്തിൽ നിന്റെ വൃത്തിയുടെ പ്രസൻസ് ഉണ്ടാകരുത്. കൺവെട്ടത്ത് പ്രത്യക്ഷപ്പെട്ടു പോകരുത്. മനസ്സിലാടാ ഗജ ഫ്രോഡെ. പാട്ടീൽ ജിയുടെ നായിഡുജിയുടെ ഒക്കെ വീട്ടിലെ കക്കൂസിൽ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിലെ തോട്ടിപ്പണി ചെയ്ത് കഴിഞ്ഞോ? സാറേ, ഇതെല്ലാം വാങ്ങി ദേഹത്തിട്ട് നിന്റെ കഴുത്തൊടിയും പെണ്ണേ. ഷോ, ആര് പറഞ്ഞ എല്ലാം കൂടി വാങ്ങാൻ പോവാന്ന്? പുതിയ സെലക്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിലൊന്നോ രണ്ടോ. എന്റെ അടുത്തുണ്ട് ഒരുപാട്. ഒരിടയ്ക്ക് ഏട്ടന് ഇത് തന്നെയായിരുന്നു ക്രേസ്. എവിടെ പോയിട്ട് വരുമ്പോഴും ഓർണമെന്റ്സ് കൊണ്ടുതരും. ടൈം എടി ടൈം. ഏതെങ്കിലും പെർട്ടിക്കുലർ ഡിസൈൻ ആണ് നോക്കുന്നെങ്കിൽ പറഞ്ഞാ മതി. ജോസേ, ഇത് ആരാ കസ്റ്റമർ എന്ന് അറിയോ? പരമേശ്വരൻ സാറിന്റെ സിസ്റ്ററാ. നീ എന്റെ മാനം കളയരുത്. ചില പുതിയ ഡിസൈൻസ് ഒക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു. എന്താ വേണ്ട എടുത്തു കൊടുക്കും. இல்ல தங்கச்சி கல்யாணம் வருது இல்லையா? இல்ல கண்டிப்பா வந்தானாണ്. நான் அப்புறம் கூப்பிடுறேன். കുടിക്കാൻ എന്താ എടുക്കണ്ടേ? ഒന്നും വേണ്ട, ഇരിക്കേ. വേണ്ട, ഞാൻ നിന്നോളാം. ഉക്കാരടോ. ഇരുന്നാലും ആസനം ചെയറിൽ ഉറക്കില്ല. ഇത് ആരാ ഇരിക്കണേന്ന് എനിക്കല്ലേ അറിയൂ. അല്ല, യൂസഫ് ഷായുടെ വിവരമൊന്നും കിട്ടിയില്ല. ആ ഗോൾഡ് അത് ഇതുവരെ എത്തില്ലേ? ഞാൻ യൂസഫിനെ ഫോൺ ചെയ്യാം. അവൻ ഏറ്റതല്ല, എത്താതിരിക്കില്ല. സർ, ബില്ല് റെഡിയാണ്. ഡിസ്കൗണ്ടോ? ആ ബില്ല് അവിടെ വെച്ചിട്ട് സാധനങ്ങൾ എടുത്ത് കാറി കയറ്റട കാട്ടുപോത്തെ. കുഞ്ഞിപ്പാലു, ബില്ല് കൊണ്ടുവരാൻ പറയും. അവനൊരു വിവരക്കേട് പറഞ്ഞാൽ സാറെ ക്ഷമിച്ചു കളയാം. നിന്നെ ഞാൻ ഒന്നും
ഏട്ടാ പോകാം. ദേ ഈ ക്ഷമയ്ക്ക് ഇവിടുന്ന് എന്തോ ഒന്ന് വേണമെന്ന് എന്താ വേണ്ടേ? പറഞ്ഞു കൊടുക്കടി. എന്താ വേണ്ടത്? ഒരു വെഡിങ് റിംഗ് വാങ്ങി വിരലിലിട്ട് തരൂ. അതിനുള്ള സമയം വരട്ടെ. ഇപ്പൊ വേണമെങ്കിൽ അരിഞ്ഞാണത്തി തൂക്കിയിടാൻ 5-6 മണി വാങ്ങിച്ചേട്ടാ. നടക്കുമ്പോ ജിൽ 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 കളിക്കണ. ആ അലിയാപ്പു, ശ്രീധരമേനൊക്കെ പുറത്തു വന്നിരിക്കുക. ഒന്ന് ചാത്തേക്കെടുത്ത്. പിന്നെ മനസ്സിലായി. ഞാനേ പരമേശ്വരനോട് തിരിച്ച് അങ്ങോട്ട് വിളിക്കാൻ പറയാം. അതെ, നാളെ മോർണിംഗ് 11:30 മുഹൂർത്തം. ഓക്കെ ഓക്കെ, നേരത്തെ എത്തണം. മാറി നിക്കടാ. ആ തുടരുത്. ഇതെന്തായി കാണിക്കണേ? ഇത് അകത്തെങ്ങാനും കൊണ്ട് വെക്കു കുഞ്ഞിപ്പാലു. ഈ കൂൾ ഡ്രിങ്ക്സ് ഒക്കെ പിള്ളേർ ആരെങ്കിലും കൊടുത്തോളൂ. സ്വാമിയേ ശരണമയ്യപ്പ, ഇത് കൂൾ ഡ്രിങ്ക്സ് അല്ല, മറ്റവ മിക്സാ. നമ്മുടെ ഒരു ടീം പുറത്തിരിപ്പുണ്ട്. പിള്ളേരുടെ കയ്യിൽ കൊടുത്തയച്ചാ വല്ല ലേഡീസും വാങ്ങി തൊണ്ടക്കുള്ളിക്ക് ഇറക്കിയ പിന്നെ അത് ആകെ പുലിവാലാവും. ഒരെണ്ണം കീറണ? അയ്യോ ഇല്ല, പരമനെ കണ്ടോ? ഇല്ല, പുറത്ത് പലത് അന്വേഷിക്കുന്നുണ്ട്. ഒരെണ്ണം കീറണ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? വന്നേ, ഒരു മിനിറ്റ്. പറയേ ഒരെണ്ണം കീറണ? ഒറ്റ കീഴ് വെച്ചതാണല്ലോ. ആ അല്ല, എന്തൊരു ഇരിപ്പായത്. ഞാൻ തപ്പാൻ ഇനി ഒരു സ്ഥലമില്ല. 1000 ഫോൺ കാളെങ്കിലും വന്നു കാണും. പുറത്ത് തിരക്കുന്നവർ വേറെ വന്നാട്ടെ. പരമു, മനസ്സ് വല്ലാതങ്ങ് സന്തോഷം കൊണ്ട് നിറയ. പക്ഷെ എന്തോ ഒരു വേദന, ഒരുതരം ഡിപ്രഷൻ. എന്തു പറ്റി? അവൾ നാളെ ഈ പടിയിറങ്ങി പോവും അല്ലേ സ്വാമി? ഇനി അവൾ മറ്റൊരു വീട്ടിലെ അംഗമാകും. അവളുടെ ജീവിതത്തിൽ ഇനി മറ്റൊരാളുണ്ട്. അവൾ ഇനി ഏട്ടന്റെ കളിക്കുട്ടിയായ അനിയത്തിയല്ല, അല്ലടോ? എന്തായി പറയുന്നത്? എങ്ങോട്ട് പോകുന്ന ഒരു ഫർലാങ് അപ്പുറത്തേക്ക്. പിന്നെ വിവാഹം കഴിയുന്നതോടെ ഭർത്താവായി, കുഞ്ഞുങ്ങളായി, സ്വാഭാവികമായ മാറ്റങ്ങൾ. അത് വേണ്ടേ? അതൊക്കെ കണ്ണു നിറയെ കാണാനല്ലേ ഇത്രയും കാലം പാടുപെട്ടത്. വന്നാട്ടെ. അറിയാഞ്ഞിട്ടല്ല ഒന്നും. എന്നാലും അവൾ എന്റെ കൂടപ്പിറപ്പ് മാത്രമല്ല, എന്റെ മകനും മകളും എല്ലാമാണ്. ഇയാളെന്താ ഈ വേഷത്തിൽ? ഒരു പാർട്ടിക്ക് വരുമ്പോഴും ഒന്ന് ഫ്രീ ആയിട്ട് ഒന്നുകൂടെ മാഷേ. വരണം വരണം. ഞാൻ ഈ വഴി പോകുന്ന കൂട്ടത്തിൽ ഒന്ന് കയറിയതാ. മിസ്റ്റർ പരമേശ്വരനെ ഒന്ന് കാണണം. ഈ വേഷത്തിൽ ഞാൻ അകത്തേക്കില്ല. എന്തു പറ്റി? പ്രത്യേകിച്ച് എന്തെങ്കിലും? ഏയ് നത്തിങ്. വക്കീലൊന്ന് വിളിക്കാവോ? എന്താ കുഞ്ഞുപാലു? എന്റെ അപ്പന് മീൻ കച്ചവടമായിരുന്നു. ഞാനായിട്ട് സ്വർണ്ണപ്പീടിയെ തുടങ്ങി. സ്വർണ്ണപ്പീടിയെ ഞാൻ ഒതുക്കും, എന്നിട്ട് മീൻ കച്ചവടത്തിലേക്ക് പോവും. നമ്മുടെ CI ജബ്ബാർ കാണാൻ വന്നിരിക്കുന്നു. ഞാനിപ്പോ വരാം. എന്താ ഇത്? അയില അയില. ഇയാളെന്താ പുറത്തു നിന്ന് കളഞ്ഞ്? അകത്തേക്കോടോ. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ കാര്യം? ഒന്ന് പുറത്തേക്ക് വരുമോ? എന്താ പ്രശ്നം? ചുമ്മാ ഈ വഴി പോകുമ്പോ കയറിയെന്നാണ് ജബ്ബാർ പറഞ്ഞത്. അങ്ങനെ ഒരു ചുമ്മാ വരവിന്റെ കാര്യം. ജബ്ബാർ കയറിക്കോളൂ. ഞാൻ എന്റെ വണ്ടി വന്നാൽ മതിയല്ലോ. അതിനെന്താ സാർ, ആയിക്കോട്ടെ. സാബി, എനിക്ക് സ്റ്റേഷൻ വരാം. എന്താ എന്താ കാര്യം എന്ന് വലിയ പിടിയില്ല. കമ്മീഷണറാണ് വിളിച്ചിരിക്കുന്നത്. ആ പെണ്ണും പിള്ളേക്ക് ചുമ്മാ കഴപ്പാ. എന്താ കാര്യം എന്ന് പറയാതെ വെറുതെ അങ്ങോട്ട്. ജബ്ബാറിന് അറിയില്ല എന്ന് പറയുന്ന കള്ളം. ഏതായാലും പോയി നോക്കാം. വർഷാവർമ്മയുടെ ഈഗോ ഹേർട്ടാവണ്ട. ഇങ്ങോട്ട് കിട്ടിയെടുത്ത് അത് ബോറാവും. അലിയപ്പോ വണ്ടി എടുക്ക. ഓ സമി, പപ്പ അറിയണ്ട, ആരും അറിയണ്ട. ഞാനിതാത്തി. ഞാൻ കൂടെ വരാം. വെയിറ്റ് ഹിയർ. എന്താ വക്കീൽ ഇത്? നോ ഐഡിയ. ജബ്ബാർ ഒന്നും പറയുന്നില്ല. പരമേശ്വരൻ അല്ലേ? അതെ. ഇയാളാരാ? ഞാൻ അഡ്വക്കേറ്റ് എബ്രഹാം. ഓഹോ, പരമേശ്വരന്റെ ഇപ്പൊ സ്ഥിരമായ ഒരു വക്കീലിനെയും കൊണ്ടാണ് നടപ്പല്ലേ? കൊള്ളാം. വക്കീൽ അദ്ദേഹം ഒന്ന് പുറത്തു പോയി നിന്നാട്ടെ. ഞങ്ങൾക്ക് ഇയാളോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അല്ല, അത് ഞാൻ DIG പുന്നൂസിന്റെ നെവിയാണ്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയത് സൗത്ത് സോണിലേക്ക്. അല്ലായിരുന്നേ? ഇയാളെന്നെ മൂക്കി കയറ്റായിരുന്നോ? ഒന്നറിയ പുറത്തു പോയി നിൽക്കണോ? മിസ്റ്റർ SP, കുറച്ചുകൂടെ സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം. വക്കീലേ, പുറത്തുണ്ടായാൽ മതി. ഇവർക്ക് എന്നോടാണല്ലോ സംസാരിക്കേണ്ടത്. പറയണോ സാർ, എന്താ പ്രശ്നം? ജബ്ബാർ, അറിയാലോ ഇവന്മാരെ അല്ലേ?
ഇല്ല. സത്യം പറയും എന്നുദ്ദേശിച്ച് ചോദിച്ചല്ല. ഇയാൾ അറിയോടാ? പരമേശ്വരൻ സാർ. ഇയാളെ ഏൽപ്പിക്കാനല്ലേ പറഞ്ഞത്? വാ തുറന്ന് പറയണം. അതെ. എന്താ കാര്യം എന്ന് പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും സാർ. ഓ, പരമേശ്വരൊന്നും മനസ്സിലായില്ല അല്ലേ? പറയാം. മംഗലാപുരത്ത് ഒരു ലങ്കേഷ് ഷെട്ടി ഈ പയ്യന്മാരുടെ കയ്യിൽ നിങ്ങളെ ഏൽപ്പിക്കാനായി കൊടുത്തയച്ച 25 കിലോഗ്രാം സ്വർണം സെൻട്രൽ എക്സൈസ് പാർട്ടി നീലേശ്വരത്ത് വെച്ച് പിടിച്ചു. ബൈ ഇൻഫർമേഷൻ. നോൺസെൻസ്, അട്ടർ നോൺസെൻസ്. എനിക്കൊന്നും അറിയില്ല. ലങ്കേഷ് ഷെട്ടി, ഹൂ ഈസ് ഹി? ദിസ് ഈസ് ടോട്ടലി ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. സ്റ്റോപ്പ് മാൻ. ഇയാളങ്ങ് ബഹളം വെക്കാതെ. കുറ്റം നിഷേധിക്കുകയാണ് ഏതൊരു ക്രിമിനലും ആദ്യം ചെയ്യുക. സമ്മതിപ്പിക്കേണ്ടത് ഞങ്ങൾ പോലീസുകാരുടെ ഡ്യൂട്ടിയാണ്. കുറച്ചൊക്കെ എനിക്കും അറിയാം. കടത്തിണ്ണയിൽ നിന്നും തെരുവ് മൂലയിൽ നിന്നും കിട്ടുന്ന സാധുക്കളെ തല്ലി ചതച്ച് തെളിവുണ്ടാക്കി കേസ് ഫയൽ ക്ലോസ് ചെയ്യുന്നതും ചാർജ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഒക്കെ പോലീസ് മുറയെ കുറിച്ച് എനിക്കും അറിയാം. എന്നെ ആ കൂട്ടത്തിൽ കൂട്ടരുത്. 3-ാം മുറ ഉപയോഗിച്ച് എന്നെ കൊണ്ട് ഒരു അക്ഷരം പറയിപ്പിക്കാൻ ശ്രമിക്കുന്ന പോലീസുകാരുടെ ദേഹം ക്ഷീണിക്കേ ഉള്ളൂ. പിന്നെ ലീഗൽ ഫൈറ്റിനാണെങ്കിൽ ഞാൻ ഇറങ്ങും. ഡൽഹിക്ക് അപ്പുറം കോടതി ഉണ്ടെങ്കിൽ അവിടെ വരെ. Great heroic words. Not bad, man. Not bad. No, Madam Varsha Verma. It is not just a heroic voice. It's a common man's voice. ഈ നാട്ടിലെ നീതി ന്യായ വ്യവസ്ഥിതികളിൽ നിന്നും വിശ്വസിക്കുന്ന ഒരു സാധാരണക്കാരന്റെ ശബ്ദം. നാക്ക് പിഴുതെടുക്കുന്ന കാലമെല്ലാം പോയി മാഡം. ഇന്ത്യയിൽ നിന്ന് ഭരിക്കുന്നത് വിദേശികളും നാട്ടുരാജാക്കന്മാരും ഒന്നും അല്ലല്ലോ. മുൻ വൈരാഗ്യത്തിന്റെ പേരിൽ ഒരു പോലീസ് കമ്മീഷണർ നടത്തുന്ന ചീപ്പ് റിവഞ്ചാണ് ഇതെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ സമയം വിലപ്പെട്ടതാണ്. നാളെ എന്റെ അനിയത്തിയുടെ വിവാഹമാണ്. സോ ഐ ഹാവ് ടു ഗോ. എന്നെ പോകാൻ അനുവദിക്കണം. പരമേശ്വരൻ, ഒരു ചീപ്പ് റിവെഞ്ചിനായി ദാ ആ മുറിയിലിരിക്കുന്ന 25 കിലോ സ്വർണം സംഘടിപ്പിക്കാൻ മാത്രം എനിക്ക് നിങ്ങളെപ്പോലുള്ള പരമേശ്വരന്മാരുമായി ബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾ പറയും പോലെ ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആണെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പറയാം, തെളിയിക്കാം. പക്ഷേ ഇന്ന് ശനിയാഴ്ച രാത്രി, നാളെ ഞായറാഴ്ച, മറ്റന്നാൾ തിങ്കളാഴ്ച മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളെ കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയൂ. No way. നാളെ രാവിലെ എനിക്ക് ബെയിൽ കിട്ടണം. ടേക്ക് മീ ടു മജിസ്ട്രേറ്റ്സ് ഹൗസ്. മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ കൊണ്ടുപോയി എനിക്ക് ജാമ്യം എടുക്കാം. സോറി, എനിക്ക് സത്യത്തിൽ തികഞ്ഞ ദുഃഖമുണ്ട് പരമേശ്വരൻ. കാരണം മജിസ്ട്രേറ്റ് ലീവിലാണ്. ഇന്ന് വൈകുന്നേരം പ്രതീക്ഷിക്കാതെ ഒരു യാത്ര പോയി അദ്ദേഹം. അത് ദൈവത്തിന്റെ തീരുമാനമായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയും പോലെ ഇതാരാണോ ഫാബ്രിക്കേറ്റ് ചെയ്തത് അവരുടെ തീരുമാനമാവും. പക്ഷെ ഒരു കാര്യം നിങ്ങൾക്ക് വിശ്വസിക്കാം, അത് ഞാനല്ല. എനിക്കിതിൽ യാതൊരു തരത്തിലുള്ള താല്പര്യങ്ങളുമില്ല. ഐ ആം ഡൂയിങ് മൈ ഡ്യൂട്ടി ആൻഡ് വി ആർ ഡൂയിങ് അവർ ഡ്യൂട്ടി. സോറി, സെൽഫോൺ ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല. സാമിയ, ഇത് ഞാനാ. ആകെ പ്രശ്നമാ. ഇനിയിപ്പോ മൺഡേ ബെയിൽ കിട്ടത്തുള്ളൂ. അതുവരെ പ്ലീസ് പപ്പ, ഇങ്ങനെ കരയല്ലേ. എനിക്ക് ഏട്ടനെ കാണണം. എനിക്കിപ്പോ കാണണം എന്റെ ഏട്ടനെ. സ്വാമി, മോളെ, ഈ അവസരത്തിൽ നമ്മൾ എങ്ങനെ അവിടേക്ക് പോവുക? എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് എന്റെ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞാൽ കാണണം. ഏട്ടനില്ലാതെ എനിക്കൊരു കല്യാണം വേണ്ട, ഒന്നും വേണ്ട. മോൾ അവിടെ കാണുമ്പോ അത് ഏട്ടന് എന്തുമാത്രം സങ്കടം ഉണ്ടാക്കുന്നു മോളൊന്ന് ഓർത്തു നോക്ക്. നാളത്തെ ഒരു ദിവസം കൂടെ കഴിഞ്ഞ ഏട്ടൻ വേണ്ട. ഇപ്പൊ ഈ രാത്രി എന്റെ ഏട്ടന്റെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? എന്തിനാ എന്റെ പാവേട്ടനെ എല്ലാരും കൂടി ചതിച്ചത്? എന്റെ ഏട്ടന് ഒരു തെറ്റും ചെയ്യില്ല. അപ്പാ, ഏട്ടനെ കാണാൻ എന്നെ ഒന്ന് കൊണ്ടുപോകോ പ്ലീസ്? നന്ദൻ, പ്ലീസ്. പോവാ. പിന്നെ ആരെയും കാണാൻ അനുവദിക്കില്ലെന്ന കമ്മീഷണർ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷനാ. കേരളം ഭരിക്കുന്നത് കമ്മീഷണർ ഒന്നും അല്ലല്ലോ. ഈ 4 ഫോണിലും 4 മന്ത്രിമാര് വെയിറ്റ് ചെയ്തിരിക്കുക. ദാ ഇതൊന്നും അങ്ങോട്ട് അമർത്തിയിട്ട് ഓരോരുത്തരുടെ കയ്യിലും വെച്ചു കൊടുക്കും. പോലീസുകാരുടെ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും മക്കളെ. വാ. പപ്പാ, മോളെ, പപ്പാ, മോളെ, കരയില്ല എന്ന് വാക്ക് പറഞ്ഞിട്ടാ നീ വന്നത്. ഏട്ടനെ കണ്ട അനുഗ്രഹം വാങ്ങിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാം. അതെ മോളെ, പപ്പ പരമേശ്വരൻ അനിയത്തിയല്ലേ, തളരാൻ പാടില്ല. ഏട്ടൻ കൂടെ ഉണ്ടെന്ന് അങ്ങ് ഉറച്ചു വിശ്വസിക്കേ. ഏട്ടൻ കൂടെ തന്നെ ഉണ്ട്. പപ്പ.
ഈശ്വരാനുഗ്രഹം ഉണ്ടാവട്ടെ എന്റെ കുട്ടികൾക്ക്. കുഞ്ഞിപ്പാലോ ഇവരെ കൂട്ടി കൊണ്ടുപോ. ചെല്ല് ചെല്ല് പോ. ഏട്ടാ, ഏട്ടാ, കരയരുത് പപ്പ. നീ കരയാൻ വിഷമിക്കും.